ആണ് സ്പൈഡർ പ്ലാന്റ്. ചിലന്തിയെ പോലുള്ള രൂപം കാരണമാണ് ഇതിനെ സ്പൈഡർ പ്ലാന്റ് അല്ലെങ്കിൽ കോമൺ സ്പൈഡർ പ്ലാന്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. റിബൺ പ്ലാന്റ്, ഹൈനാൻ ചിക്കൻസ് തുടങ്ങി പല പേരിലും ഇതിനെ വിളിക്കുന്നുണ്ട്. ശതാവരി കുടുംബത്തിലെ നിത്യഹരിതയാണ് ഈ ചെടി. തെക്കൻ ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. എങ്കിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത് ധാരാളമായി കണ്ടുവരുന്നു. ക്ലോറോഫൈറ്റം പോമോസം ഇങ്ങനെ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. വീട്ടുചെടിയായി അഥവാ ഇൻഡോർ പ്ലാന്റായി ഇതിനെ വളർത്തി വരുന്നു. ഇതിൻ്റെ കാറ്റ് ശ്വസിക്കുന്നത് നല്ലതാണ്, രോഗപ്രതിരോധത്തിന് നല്ലതാണ്. ഇതിൻ്റെ ചെടികൾ നടാൻ വേണ്ടി എൻ്റെ ഒരു ചെടിയിൽ തന്നെ അതിൻ്റെ ഒരു തണ്ടിൽ നിന്നൊരു കുറേ ചെടികൾ കിളിർത്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഓരോന്നും അതിനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വലിച്ചെടുത്താൽ മതി. പുതിയ ചെടികൾ നടാം, ധാരാളമായിട്ട് വരും. ഇതിനധികം വെള്ളമോ വളമോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇൻഡോർ പ്ലാന്റ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെ വലിച്ചെടുക്കും, അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് വീടിനകത്ത് ഇത് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ